നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നീറ്റ് പരീക്ഷാ ക്രമക്കേട് സമരം മോദിയെയും കൊണ്ടേ പോകുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. KSRTCയെ നവീകരിക്കാൻ ഡിപ്പോകൾ തോറും ജനകീയ സമിതികൾ രൂപീകരിച്ചിട്ടുണ്ടെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ. രാഹുൽ ഗാന്ധിയെയും മറ്റു നേതാക്കളെയും വിദ്യാർത്ഥികളെയും അതിക്രൂരമായി മർദ്ദിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്ത നടപടിയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്ക് യൂത്ത് കോൺഗ്രസിന്റെ മുട്ടയേറ്. സർവകലാശാലയുടെ KAU സെൻട്രൽ ഓഡിറ്റോറിയത്തിൽ കാർഷിക സർവകലാശാല പ്രോ ചാൻസലറും കൃഷി വകുപ്പ് മന്ത്രിയുമായ ടി സിദ്ദിഖ് KAU വിദ്യാർത്ഥി യൂണിയന്റെ ഉദ്ഘാടനവും സ്റ്റാർട്ടപ്പുകൾക്കുള്ള ധനസഹായ വിതരണവും നിർവഹിച്ചു. തെരഞ്ഞെടുപ്പ് കാലത്ത് കള്ളപ്പണം വെളിപ്പെടുത്തൽ ഗുരുതരം, സമഗ്രമായ അന്വേഷണം വേണമെന്ന് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാ ക്രമക്കേട് സമരം മോദിയെയും കൊണ്ടേ പോകൂയെന്ന് മന്ത്രി ടി സിദ്ദിഖ്. രാജ്യത്തെ വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾ കവർന്നെടുക്കുന്ന നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ഉത്തരവാദികളായ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഈ സമരം മോദിയെയും കൊണ്ടേ പോകൂവെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. എണ്ണിയാലൊടുങ്ങാത്ത അഴിമതികളും ക്രമക്കേടുകളുമാണ് ഇന്ത്യയിലെ പരീക്ഷാ സംവിധാനത്തിന്റെ സർവ്വ മേഖലകളിലും ഉള്ളത്. അതുകൊണ്ട് തന്നെ പരീക്ഷാ സംവിധാനത്തിന്റെ വിശ്വാസത്തെ വീണ്ടെടുക്കാൻ രാജ്യത്തെ പ്രതിപക്ഷം വിദ്യാർത്ഥികൾക്കൊപ്പം തെരുവിലുണ്ടാകും. അഴിമതിക്കാരായ മുഴുവൻ കുറ്റവാളികളെയും ജയിലിലടയ്ക്കുന്നതുവരെ നിരന്തരമായ സമരങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുമെന്നും ടി സിദ്ദിഖ് കൂട്ടിച്ചേർത്തു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ഉത്തരവാദിയായ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് നടത്തിയ മാർച്ചിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളെ ക്രൂരമായി മർദ്ദിച്ച് അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ നഗരത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ സുനിൽ അന്തിക്കാട്, ജോൺ ഡാനിയൽ, KK ബാബു, സിജോ കടവിൽ, KB ജയറാം, TS അജിത്, KH ഉസ്മാൻ ഖാൻ, NS അയൂബ്, K ഗിരീഷ് കുമാർ, ബൈജു വർഗീസ്, V സുരേഷ് കുമാർ, ഗോകുൽ ഗുരുവായൂർ, സന്തോഷ് ഐത്താടൻ, KP രാധാകൃഷ്ണൻ, CJ സ്റ്റാൻലി, K സുരേഷ്, ആൻഡ്രു ചിനിക്കൽ, MU മുത്തു, അഹമ്മദ് ബഷീർ, നിഖിൽ സതീശൻ, K സുമേഷ്, പ്രവീൺ ലാൽ, K ഗോപാലകൃഷ്ണൻ, ജോയ് ബാസ്റ്റിൻ എന്നിവർ നേതൃത്വം നൽകി. KSRTCയെ നവീകരിക്കാൻ ജനകീയ സമിതികൾ രൂപീകരിക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. KSRTCയെ എല്ലാ തരത്തിലും പുതിയ ശൈലിയിലേക്ക് നയിക്കുകയാണ് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യമെന്നും CP ജോൺ കൂട്ടിച്ചേർത്തു. മന്ത്രിയെ ചുമതലയേറ്റതിനു ശേഷം ആദ്യമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലെത്തിയ CP ജോണിനെ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. നേതാക്കളായ രാജൻ പല്ലൻ MLA, KV ദാസൻ, സുനിൽ അന്തിക്കാട്, ജയസിംഗ്, മേയർ നിജി ജസ്റ്റിൻ, KK ബാബു, സിജോ കടവിൽ, KH ഉസ്മാൻ ഖാൻ, ബൈജു വർഗീസ്, P ശിവശങ്കരൻ, KP രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. നമ്മുടെ നാട്ടിൽ 1,92,00,000 വണ്ടികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ പുക പരിശോധനയ്ക്ക് പോകുന്നവ തന്നെ 1,10,00,000-ലധികം വരും. അപ്പോൾ 1 കോടിയിലധികം വാഹനങ്ങൾ നിരത്തിൽ ഓടുന്നുണ്ട്. അതിലത് ഓടിക്കുന്ന ആളുകളിൽ മിക്കവരും തന്നെ ഒന്നാം തലമുറയിൽപ്പെട്ട ആളുകളാണ്. ആദ്യമായിട്ട് വാഹനം ഓടിക്കുന്ന തലമുറയിൽപ്പെട്ട ആളുകളാണ്. മാത്രമല്ല വളരെ ഒരു അച്ചീവേഴ്സാണ്. ഒരു വാഹനം വാങ്ങിക്കുക എന്നുള്ളത് ഇപ്പോഴും വലിയൊരു ശതമാനം ആളുകൾക്കും വലിയ അച്ചീവ്മെൻ്റാണ്. ഒരു വീട് വയ്ക്കുക എന്ന് പറയുന്ന പോലെ തന്നെയാണ് വണ്ടി വാങ്ങിക്കുക എന്നുള്ളത്. ന്യായമായും അതിൻ്റെ ഒരു ആവേശവും അതിൻ്റെ ഒരു ഉന്മേഷവും ഒക്കെ ഉണ്ടാവുമെങ്കിൽ വളരെയധികം ആവേശപ്പെടാൻ പറ്റിയൊരു കാര്യമല്ല ഈ വിഷയം, ഈ വാഹനം എന്ന് പറയുക. അതുകൊണ്ട് അതിൻ്റെതായ നിയമങ്ങൾ പാലിക്കുകയും അതിൻ്റെതായ മര്യാദകൾ പാലിക്കുകയും വളരെ ഡെമോക്രാറ്റിക് ആയിട്ട് നമ്മുടെ റോഡ് സ്പേസ് ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ പൊതുബോധത്തിൻ്റെ ഭാഗമാവേണ്ട ഒരു കാര്യമാണ്. രാഹുൽ ഗാന്ധിയെയും മറ്റു നേതാക്കളെയും വിദ്യാർത്ഥികളെയും അതിക്രൂരമായി മർദ്ദിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്ത നടപടിയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്ക് യൂത്ത് കോൺഗ്രസിന്റെ മുട്ടയേറ്. രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനങ്ങളുടെ തകർച്ചയിലും നീറ്റ് പരീക്ഷാ ക്രമക്കേടിലും കേന്ദ്ര സർക്കാരിനെ ചോദ്യം ചെയ്യുന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും
മറ്റ് നേതാക്കളെയും വിദ്യാർത്ഥികളെയും അതിക്രൂരമായി മർദ്ദിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്ത നടപടിയിൽ യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പ്രതിഷേധ സദസ്സ് നടന്നു. തൃശൂർ AG's ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ കോലത്തിലേക്ക് പ്രതീകാത്മകമായി മുട്ടയെറിഞ്ഞു. കോടികൾ കോഴ വാങ്ങി പരീക്ഷകൾ അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാരിനുള്ള പണച്ചാക്ക് AG's ഓഫീസിന് മുന്നിൽ സമർപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് C. പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ, ജെറോഡ് ജോൺ, K. സൂരജ്, മുഹമ്മദ് സറൂഖ്, സലീം കൈപ്പമംഗലം, വിഷ്ണു ചന്ദ്രൻ, ശ്യാംകുമാർ പാത്രമംഗലം, അഞ്ജന, ഋഷി ലാസർ, ഷെറിൻ തേർമടം, ഷാർബനൂസ്, അനീഷ ശങ്കർ, അസീസ്, VS ജിനേഷ്, അൽജോ ചാണ്ടി, K. സുമേഷ്, യദു കൃഷ്ണൻ, അഫ്സൽ, ലിംസൺ, റിജേഷ് വടക്കേടത്ത്, CV വിമൽ, പഞ്ചു K. തോമസ്, ശ്രീജിത്ത് അവണിശ്ശേരി, ലിയാസ് ഒമർ, ജെറിൻ സേവ്യർ, യദു തോപ്പിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. രാഹുൽ ഗാന്ധി നേതാവേ, രാഹുൽ ഗാന്ധി നേതാവേ, രാഹുൽ ഗാന്ധി നേതാവേ, രാഹുൽ ഗാന്ധി നേതാവേ, അങ്ങേക്കായിരം അഭിവാദ്യങ്ങൾ, അങ്ങേക്കായിരം അഭിവാദ്യങ്ങൾ, അങ്ങേക്കായിരം അഭിവാദ്യങ്ങൾ, അങ്ങേക്കായിരം അഭിവാദ്യങ്ങൾ. പോരാട്ടം പോരാട്ടം, പോരാട്ടം പോരാട്ടം, പോരാട്ടം പോരാട്ടം, പോരാട്ടം പോരാട്ടം. രാജ്യം സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. നിങ്ങൾ അറിഞ്ഞോ നാട്ടുകാരെ, നിങ്ങൾ അറിഞ്ഞോ വിദ്യാർത്ഥികളെ, പാവപ്പെട്ട വിദ്യാർത്ഥികളെ, ഡൽഹിയുടെ തെരുവീതികളെ, ഡൽഹിയുടെ തെരുവീതികളെ, ഡൽഹിയുടെ തെരുവീതികളെ, ഡൽഹിയുടെ തെരുവീതികളെ, അതുപോലെ തന്നെ പരീക്ഷാ സംവിധാനം, വിദ്യാഭ്യാസ സംവിധാനങ്ങളും എല്ലാം താറുമാറായി കിടക്കുകയാണ്. ഇതിന്റെ പേരിൽ മനം തൊന്നുകൊണ്ട് 93 വിദ്യാർത്ഥികളോളം മരണപ്പെട്ടു കഴിഞ്ഞു. ഈ വർഷം 12 വിദ്യാർത്ഥികളാണ് നമ്മുടെ ഇടയിൽ നിന്നും ഇല്ലാതായത്. ഇതിനെല്ലാത്തിനുമെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എല്ലാവിധ ഐക്യദാർഢ്യവും രാഹുൽ ഗാന്ധിക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് ഇനിയുള്ള എല്ലാ പ്രതിഷേധത്തിനും നിങ്ങളെല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാനിവിടെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രമോദിനെ ക്ഷണിച്ചു. നമുക്കറിയാം, ഇന്നലെ ഇന്ത്യ രാജ്യത്തിനകത്ത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സംഭവ വികാസങ്ങളാണ് നടന്നിട്ടുള്ളത്. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രി കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ചുമായി കടന്നു ചെന്നപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കന്മാരെ അതിക്രൂരമായി മർദ്ദിക്കുന്ന, അതിക്രൂരമായി റോട്ടിലൂടെ വലിച്ചിഴയ്ക്കുന്ന ചിത്രങ്ങളാണ്, ദൃശ്യങ്ങളാണ് നാം കാണുകയുണ്ടായത്. എന്തിനു വേണ്ടിയാണ് പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രി കാണുവാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് കടന്നു ചെന്നത്? സ്വന്തമായുള്ള നരേന്ദ്രമോദിയാണ്. അദ്ദേഹത്തിന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് പുറത്ത് കാണിക്കാൻ കഴിയില്ല. ആ പ്രധാനമന്ത്രി ഈ രാജ്യം ഭരിക്കുമ്പോൾ ഈ നാട്ടിലെ ചെറുപ്പക്കാർ സമരമായ തെരുവുകളിലാണ്, ഈ നാട്ടിലെ വിദ്യാർത്ഥികൾ സമരമായ തെരുവുകളിലാണ്. കഴിഞ്ഞ 10 വർഷ കാലഘട്ടത്തിനകത്ത് ഇന്ത്യ മഹാരാജ്യത്ത് 189 പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളാണ് ലീക്കായിട്ടുള്ളത്. 193 ചെറുപ്പക്കാരും വിദ്യാർത്ഥികളടക്കമുള്ള ആളുകളാണ് ഈ രാജ്യത്ത് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. എന്തിനേറെ പറയുന്നു, നമ്മൾ ഞെട്ടിക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് കഴിഞ്ഞ 6 മാസം കൊണ്ട് 23 വിദ്യാർത്ഥികളാണ് ഈ രാജ്യത്തിനകത്ത് നീറ്റ് പരീക്ഷ അടക്കമുള്ള പരീക്ഷകൾ ചോർന്നത് മൂലം ആത്മഹത്യ ചെയ്തത്. ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ചെറുപ്പക്കാർ സമരം ചെയ്യുമ്പോൾ ഇതിന് കാരണക്കാരനായ സംഘപരിവാറിന്റെ മാനസപുത്രൻ ധർമ്മേന്ദ്ര പ്രതാപ് രാജിവെക്കണം. മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും രാജ്യദ്രോഹികളാണെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഈ രാജ്യദ്രോഹികളെന്ന് മുദ്രകുത്തി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ഇരിക്കുന്ന ആ സിംഹാസനമുണ്ടല്ലോ, ആ സിംഹാസനത്തെ ഇളക്കി പുറത്തെടുക്കുവാൻ നട്ടലുള്ള ചെറുപ്പക്കാർ. പ്രിയമുള്ളവരെ, ഈ രാജ്യത്തെ വിദ്യാർത്ഥികളെ ആത്മഹത്യ തള്ളിവിട്ട പ്രിയപ്പെട്ട യുവജനങ്ങളെ തെരുവിലിറക്കിയ ധർമ്മേന്ദ്ര പ്രതാപിന്റെ മുഖത്ത് ചീമുട്ട അഭിഷേകം നടത്തിക്കൊണ്ട്, ചീമുട്ട അറിഞ്ഞുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്യുകയാണ്. नरेंद्र मोदी मुर्दाबाद, नरेंद्र
മണ്ണുത്തി കേരള കാർഷിക സർവകലാശാലയുടെ KAU സെൻട്രൽ ഓഡിറ്റോറിയത്തിൽ കാർഷിക സർവകലാശാല പ്രോ ചാൻസലറും കൃഷിവകുപ്പ് മന്ത്രിയുമായ ടി സിദ്ദിഖ് KAU വിദ്യാർത്ഥി യൂണിയന്റെ ഉദ്ഘാടനവും സ്റ്റാർട്ടപ്പുകൾക്കുള്ള ധനസഹായ വിതരണവും നിർവഹിച്ചു. കേരള കാർഷിക സർവകലാശാല 50 ആണ്ടിന്റെ മഹത്തായ ഒരു പ്രയാണത്തിന്റെ ദിശ പാകിയ കരുത്തുള്ള ഒരു പ്രസ്ഥാനമാണെന്നും കേരളത്തിന്റെ കാർഷിക സമൃദ്ധിയുടെ നട്ടെല്ലായി പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാനദായക കേന്ദ്രമാണ് യൂണിവേഴ്സിറ്റിയെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. KAU വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് ഹരിനന്ദ് അധ്യക്ഷത വഹിച്ചു. കേരള കാർഷിക സർവകലാശാല പ്രൊഫസർ ഡോക്ടർ ടി സജിത റാണി പേട്രൺ അഡ്രസ് നൽകി. വിദ്യാർത്ഥി യൂണിയൻ യൂണിവേഴ്സിറ്റിയുടെ നട്ടെല്ലാണെന്നും മികച്ച പ്രവർത്തനത്തിനുള്ള പിന്തുണ നൽകുമെന്നും വൈസ് ചാൻസലർ അഭിപ്രായപ്പെട്ടു. യൂണിയൻ ഭാരവാഹികൾക്കുള്ള സത്യപ്രതിജ്ഞ വൈസ് ചാൻസലർ ചൊല്ലിക്കൊടുത്തു. ജനറൽ കൗൺസിൽ അംഗവും MLAയുമായ IC ബാലകൃഷ്ണൻ ICAR SC SP TSP പദ്ധതികളിലെ കാർഷിക ഉപാധികളുടെ വിതരണവും നവീകരിച്ച വിജ്ഞാന വിപണന കേന്ദ്രം ഉദ്ഘാടനവും നിർവഹിച്ചു. ജനറൽ കൗൺസിൽ അംഗവും MLAയുമായ സനീഷ് കുമാർ ജോസഫ് അഗ്രി ടെക് ലോഞ്ച് പാഡ് ഉദ്ഘാടനം ചെയ്തു. പഠനത്തോടൊപ്പം വരുമാനം പദ്ധതിയുടെ ഉദ്ഘാടനവും നിർവഹിക്കപ്പെട്ടു. കേരള കാർഷിക സർവകലാശാല രജിസ്ട്രാർ പ്രൊഫസർ ഡോക്ടർ F മേരി റജീന, ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷനും വിദ്യാർത്ഥി യൂണിയൻ വൈസ് പേട്രനുമായ ഡോക്ടർ അബ്ദുൽ ഹക്കീം, ജനറൽ കൗൺസിൽ അംഗങ്ങളും അക്കാദമിക് കൗൺസിൽ അംഗങ്ങളും കേരള വെറ്റിനറി സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ സബിൻ ജോർജ് എന്നിവരും പങ്കെടുത്തു. പ്രശസ്ത ഗായകൻ KS ഹരിശങ്കറിന്റെ സംഗീത പരിപാടിയും ചടങ്ങിന്റെ മോടികൂട്ടി. ട്രെയിനിൻ്റെ സമയം പോയാലും ഹരിനന്ദിൻ്റെ ആവേശകരമായ ആ പ്രസംഗം അവസാനം ഒരു വിദ്യാർത്ഥിയുടെ ചടുലതയും നേതൃത്വത്തിൻ്റെ ചോദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ചോദ്യം ചെയ്യാനുള്ളതായിരിക്കുന്ന സമീപനം ഒക്കെ ഉയർക്കൊണ്ട് നല്ല രീതിയിൽ സമാപിച്ചതുകൊണ്ട് ട്രെയിൻ പോയാലും കുഴപ്പമില്ല എന്നുള്ളതാണ്. ഒറ്റ കാര്യത്തിൽ മാത്രമാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. അത് കളിക്കളത്തിൽ ജയവും പരാജയവും സ്വാഭാവികമാണ്. ലോകകപ്പിൽ ജയം തൊട്ട് തീണ്ടാതെ പരാജയപ്പെട്ടതിന് ശേഷമാണ് ഖത്തർ വേൾഡ് കപ്പിൽ മെസ്സി കപ്പ് ഉയർത്തി. ഹരിനന്ദ് ഏത് രാജ്യത്തിൻ്റെ കൂടെയാണ് എന്നുള്ളത്, ആരുടെ കൂടെയാണ് എന്നുള്ളത് എനിക്ക് അറിയാത്തത് കൊണ്ട് പറയുന്നില്ല. പക്ഷെ സ്വാഭാവികമായൊരു കാര്യം പറയാം. അർജന്റീന തോറ്റപ്പോൾ ഏറ്റവും കൂടുതൽ ആഹ്ലാദിച്ചവർ അത് ബ്രസീലും പോർച്ചുഗലും ഒന്നിച്ചായിരുന്നു എന്നുള്ളത് ഹരിനന്ദ് ആരുടെ കൂടെയാണ് എന്ന് അറിയാത്തതുകൊണ്ട് പൊതുവായി ഒരു വിവക്ഷണം പറഞ്ഞതാണ്. ഇനി വീണ്ടും ആ വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ നമ്മുടെ പ്രതിഭകൾ സമാനമായ തലത്തിലേക്ക് വരട്ടെ എന്ന് പ്രത്യേകം ഈ സന്ദർഭത്തിൽ എടുത്തു പറയാനും ആഗ്രഹിക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ ഞാനിൻ്റെ വിശദമായ തലത്തിലേക്കൊന്നും കടന്നു പോകാൻ അല്ല ആഗ്രഹിക്കുന്നത്. നെൽവയലിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആദായകരമായിട്ടുള്ള ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് കടന്നു വന്നില്ലെങ്കിലും പിടിച്ചു നിൽക്കാൻ പര്യാപ്തമായിട്ടുള്ള ജോലി ഉൾപ്പെടെ പാലക്കാടും കുട്ടനാടുമുള്ളതായിരിക്കുന്ന ഉമ്മയുൾപ്പെടെ
തെരഞ്ഞെടുപ്പ് കാലത്ത് കള്ളപ്പണം വെളിപ്പെടുത്തൽ ഗുരുതരം, സമഗ്രമായ അന്വേഷണം വേണമെന്ന് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തൃശൂർ BJP ഓഫീസിലേക്ക് 17 ചാക്കുകളിലായി 25 കോടി രൂപയുടെ കള്ളപ്പണം എത്തിയെന്ന മുൻ ഓഫീസ് സെക്രട്ടറി അക്ഷയുടെ വെളിപ്പെടുത്തൽ ഗുരുതരമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. സമാനമായ ആരോപണമാണ് 2021 കൊടകര കുഴൽപ്പണക്കേസിൽ അന്നത്തെ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് ഉന്നയിച്ചത്. ആ കേസിന്റെ അന്വേഷണത്തെ ED അട്ടിമറിച്ച് BJPക്ക് ഒത്താശ ചെയ്തു. അതുകൊണ്ട് തന്നെ അന്വേഷണ ഏജൻസികളുടെ നടപടികളിൽ വിശ്വസ്തത നഷ്ടപ്പെട്ടുവെന്നും വെളിപ്പെടുത്തലിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും സമാനമായ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഗൗരവപൂർവ്വം നടപടി സ്വീകരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. കള്ളപ്പണം കൊണ്ട് തെരഞ്ഞെടുപ്പ് ഫലത്തെ BJP സ്വാധീനിക്കുകയാണ്. സമീപകാലത്തായി ജനാധിപത്യത്തിന് കളങ്കമേൽപ്പിക്കുന്ന പ്രവൃത്തിയാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. 25 കോടിയുടെ കള്ളപ്പണം 17 ചാക്കുകളിലായി എത്തിയെന്ന് അന്ന് BJP ഓഫീസിലെ സെക്രട്ടറിയായി ജോലി ചെയ്തിരുന്ന അക്ഷയുടെ വെളിപ്പെടുത്തലും അതീവ ഗുരുതരമായ വെളിപ്പെടുത്തൽ. ഇത്തരത്തിലൊരു കാര്യം നടന്നിട്ടുണ്ട്. അത് ജനാധിപത്യത്തിനേറ്റ ഏറ്റവും വലിയ കടപ്പാണ്. BJP കഴിഞ്ഞ കുറേ നാളുകളിലായി സാമ്പത്തികമായ വലിയ അതിപ്രസരം കൊണ്ട് തെരഞ്ഞെടുപ്പുകളെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിലാണ്. അതിൻ്റെ പ്രകടമായ ഉദാഹരണം, തെളിവ് എന്ന് പറയുന്നത് ഇലക്ഷൻ ബോണ്ടുമായി അവർ സമാഹരിച്ച സംഖ്യ എല്ലാ മാധ്യമങ്ങളും തന്നെ റിപ്പോർട്ട് ചെയ്തു. ഇതിനു മുൻപായി 21 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 21 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പിന്നെ സതീഷിൻ്റെ വെളിപ്പെടുത്തൽ, ആ കള്ളപ്പണം കൊടകരയിൽ വെച്ച് പിടിച്ചത്, കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് അന്നത്തെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന സതീഷിൻ്റെ വെളിപ്പെടുത്തൽ, സാമ്പത്തികമായ വലിയ അതിപ്രസരം അല്ലെങ്കിൽ കള്ളപ്പണത്തിൻ്റെ വരവുണ്ടായിട്ടുണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ടിനെ തന്നെ ബാധിക്കുന്ന ഒന്നായി മാറുമെന്നുള്ളത്. ഇപ്പം ജനാധിപത്യ രീതിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ പണം കൊണ്ട് കൈവശപ്പെടുത്താം എന്നുള്ള രീതിയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി പോകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ടാണ് ഇവരുടെ ഈ വെളിപ്പെടുത്തൽ ശരിയാണ് എന്നുണ്ടെങ്കിൽ ഇത് സമഗ്രമായി അന്വേഷിക്കണം. ഇതിൻ്റെ പണത്തിൻ്റെ ഉറവിടം കണ്ടെത്തണം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ, അതിൽ കുറ്റക്കാരായവർക്കെതിരെ കർശനമായ നടപടിയെടുക്കണം. ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് അവരുടെ ഇതിന് മറുപടി പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നില്ല. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ അരങ്ങേറുന്നത് അങ്ങേയറ്റത്തെ ജനാധിപത്യ ധ്വംസനമാണ്. നീറ്റ് പരീക്ഷാ ക്രമക്കേട് രാജ്യത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥി സമൂഹത്തോട് ചെയ്ത വഞ്ചനയാണ്. ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ ഡൽഹി പോലീസ് വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും തല്ലിച്ചതയ്ക്കുകയാണ്. ഐക്യദാർഢ്യവുമായി മതേതര ശക്തികൾ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. തൃശൂരിൽ മഹിളാ സംഘം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ BSNL ഓഫീസിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ച് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷീല വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഷീന പറയങ്ങാട്ടിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KS ജയ, CR റോസിലി, ജയന്തി സുരേന്ദ്രൻ, ബിജി സദാനന്ദൻ, ഗീതാ രാജൻ, CG ജ്യോതിലക്ഷ്മി തുടങ്ങിയവർ അഭിവാദ്യം ചെയ്തു. ലീന മജീദ്, സിനി പ്രദീപ്, സീത ഗണേഷ്, ഷിമി ഗോപി, അൽഫോൺസ തോമസ്, സുമതി തിലകൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. അതിനെതിരെ ചോദ്യം ചെയ്യുവാൻ പാർട്ടിയുമായി പാർട്ടി ജനതാ പാർട്ടി, CJP, കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരുപാട് വിദ്യാർത്ഥികളും മറ്റു വിഭാഗത്തിൽപ്പെട്ടവരും എല്ലാം ചേർന്നുകൊണ്ട് ആ സമരത്തിന് നേതൃത്വം കൊടുക്കുകയും ആ സമരത്തിന് ഇടതുപക്ഷ ജനാധിപത്യ കേരള മഹിളാ സംഘത്തിന്റെ അഖിലേന്ത്യാ സംഘടനയായ NFIW നേതാവായ ഹനി രാജയടക്കം ആ സമരങ്ങൾക്കെന്ന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. നമുക്കറിയാം, ഒരു ജനാധിപത്യ രാജ്യത്ത് എന്തുകൊണ്ടാണ് അവർ അത് നിഷേധിക്കുന്നത്? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പോലും പങ്കെടുക്കുവാൻ യോഗ്യതയില്ലാതെ, പങ്കെടുക്കാതെ ഒളിച്ചിരുന്നുകൊണ്ട് മറഞ്ഞിരുന്നുകൊണ്ട് മുന്നോട്ട് പോയ RSSകാർക്ക് എന്താണ് സമരം എന്നതിനെ കുറിച്ച് അവർക്ക് കൃത്യമായിട്ട് അറിയുകയില്ല. എന്താണ്, എങ്ങനെയാണ് സമരം ഇന്ത്യയുടെ ജനാധിപത്യ രാജ്യത്ത്?
ഡൽഹിയിൽ കോക്രോച്ച് പാർട്ടി വിദ്യാർത്ഥികളെ പോലീസ് മർദ്ദിച്ചതിൽ ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധം. ഡൽഹി ജന്തർ മന്ദറിൽ കോക്രോച്ച് പാർട്ടി പ്രവർത്തകരെയും വിദ്യാർത്ഥികളെയും ഡൽഹി പോലീസ് മർദ്ദിച്ചതിലും കള്ളക്കേസെടുത്തതിലും പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ തൃശൂർ സ്വരാജ് റൗണ്ടിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം സ്വരാജ് റൗണ്ട് ചുറ്റി കോർപ്പറേഷന് മുൻപിൽ പൊതുയോഗത്തോടുകൂടി അവസാനിച്ചു. തൃശൂർ മണ്ഡലം പ്രസിഡന്റ് ആന്റണി തട്ടൽ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബിന്നി പെന്തയ്ക്കൻ, ജോൺസൺ ഐനിക്കൽ, വടക്കാഞ്ചേരി മണ്ഡലം സെക്രട്ടറി സേവ്യർ ചിരിയങ്കണ്ടത്ത് തുടങ്ങിയവർ സമരക്കാർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് റോയ് പുറനാട്ടുകര, വനിതാ വിംഗ് പ്രസിഡന്റ് ലീന റോയ്, ടോജോ തിമോത്തി, ആനന്ദ് പി രാമൻ തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. രാഹുൽ ഗാന്ധിയെയും പ്രതിപക്ഷ നേതാക്കളെയും തല്ലിച്ചതച്ച നടപടിയിൽ പ്രതിഷേധിച്ച് നടത്തറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകുളത്തി പ്രകടനം നടത്തി. നടത്തറ സെന്ററിൽ നടത്തിയ പ്രതിഷേധ പരിപാടി പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KN വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ES അനിരുദ്ധൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ DCC സെക്രട്ടറിമാരായ ML ബേബി, TM രാജീവ്, ജിത് ചാക്കോ, DCC അംഗം TS ബിജു തുടങ്ങിയവർ പ്രസംഗിച്ചു. ആരോപണങ്ങൾ നിലനിൽക്കുകയാണ്. ഇതുമായി ബന്ധപ്പെടുത്തിയ പ്രതിഷേധം എല്ലാ അതിർത്തികളെയും ലംഘിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയെ ഭേദിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയുണ്ടായി. അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി സഭയിൽ വന്ന്, ഇപ്പോൾ ലോകസഭാ സമ്മേളനം നടക്കുന്ന സമയമാണ്, സഭയിൽ വന്ന് പ്രതികരിക്കണം, മറുപടി പറയണം എന്നുള്ള കേവലമായിട്ടുള്ള ആവശ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുപോലെ തന്നെ പ്രതിപക്ഷ കക്ഷികളും. രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തതിൽ കരുമത്രയിൽ കോൺഗ്രസ് പ്രതിഷേധിച്ചു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിലും ചോദ്യപേപ്പർ ചോർച്ചയിലും പ്രതിഷേധിച്ച് ദില്ലിയിൽ പ്രതിഷേധിച്ച രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ തുടങ്ങി കോൺഗ്രസ് നേതാക്കളെ പോലീസിനെ ഉപയോഗിച്ച് ആക്രമിച്ച് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കരുമത്ര 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകുളത്തി പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. യൂത്ത് കോൺഗ്രസ് മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് അഖിൽ സാമുവൽ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് മാടവന അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട്, സന്തോഷ് എറക്കാട്ട്, ജെയിംസ് കുണ്ടുകുളം, A ബഷീർ, KB പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. AB സഞ്ജയ്, PJ ഷാരോൺ, KJ അജോൺ, NC അഖിൽ, PS ക്രിസ്ത്യൻ തുടങ്ങിയവർ പന്തംകുളത്തി പ്രകടനത്തിന് നേതൃത്വം നൽകി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 2ാം വാർഡ് കരുമത്ര വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ വിനോദ് മാടവന, ഏറ്റവും പ്രിയപ്പെട്ട കുട്ടമ്മച്ചാട്, പ്രിയപ്പെട്ട വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മറ്റു ഭാരവാഹികളെ, സുഹൃത്തുക്കളെ, ഈ വൈകിയ വേളയിൽ ഈ പ്രതിഷേധവുമായി നമ്മൾ ഈ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ വിദ്യാർത്ഥി യുവജനങ്ങളോടുള്ള പ്രക്ഷോഭത്തിനെതിരെ, യുവജനങ്ങളെ ഇരുട്ടിലാക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് നയങ്ങൾക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ യുവജനങ്ങൾ ദില്ലിയിൽ നടത്തിയ സമരത്തെ അടിച്ചമർത്തിയതിനെതിരെ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ നടത്തിയ പ്രക്ഷോഭത്തെ കേന്ദ്ര ഗവൺമെന്റിന്റെ കാട്ടാളന്മാർ, കേന്ദ്ര ഗവൺമെന്റിന്റെ പോലീസ് ചേർന്ന് ആക്രമിച്ച് തുറങ്കിലടച്ചിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ കാലങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട യുവജനങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന പരീക്ഷകൾ, UPSCയുടെയും നീറ്റിന്റെയും പരീക്ഷകൾ, ചോദ്യപേപ്പർ 152ഓളം പ്രധാനപ്പെട്ട പരീക്ഷകൾ എല്ലാം തന്നെ ചോദ്യപേപ്പർ ചോർച്ചയിലൂടെ, ആ ചോർച്ചയ്ക്ക് നേതൃത്വം നൽകിയത് കേന്ദ്ര ഗവൺമെന്റിന്റെ സംഘടനകളും കേന്ദ്ര ഗവൺമെന്റിൽ ഉൾപ്പെടുന്ന ചിലരുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് യുവജനങ്ങൾ തെരുവിലിറങ്ങിയെങ്കിൽ, ആ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചവരെ ക്രൂരമായ രീതിയിലാണ് കേന്ദ്ര ഗവൺമെന്റ് നേരിട്ടിരിക്കുന്നത്. ഈ കാടത്തത്തിനെതിരെ ആണ് ഇന്ന് ഈ പ്രക്ഷോഭം ദില്ലിയിൽ ഇറങ്ങിയതെങ്കിൽ ഈ രാജ്യത്ത് മുഴുവൻ യുവജനങ്ങളുടെയും ഭാവിയെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ സംഘപരിവാർ ശക്തികളുടെ ഒരു വലിയൊരു ക്രൂരമായ ലക്ഷ്യത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഏറ്റവും പ്രിയങ്കനായ മതേതരത്വത്തിന്റെ കാവൽക്കാരനായ ശ്രീ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും KC വേണുഗോപാലിന്റെയും കേരളത്തിലെ മുഴുവൻ MP-മാരും ഉൾപ്പെടുന്ന കോൺഗ്രസിന്റെ സമൃദ്ധ നേതാക്കളുടെ നേതൃത്വത്തിൽ അരങ്ങേറിയ, അവരെ സംരക്ഷിക്കുന്ന, യുവാക്കളെ സംരക്ഷിക്കുന്ന, ഭാരതത്തെ സംരക്ഷിക്കുന്ന, യുവജനങ്ങളുടെ ഭാവിയെ സംരക്ഷിക്കുന്ന, പ്രക്ഷോഭങ്ങളെ സംരക്ഷിക്കുന്ന ഈ പ്രക്ഷോഭത്തിനെ വളരെ ക്രൂരമായ, വളരെ മൃഗീയമായ രീതിയിലാണ് അടിച്ചമർത്ത ചെയ്തിരിക്കുന്നത്. വലിച്ചിഴച്ചുകൊണ്ട് യാതൊരുവിധ ദാഷ്ട്യവും നൽകാതെ മൃഗീയമായ രീതിയിൽ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ജനങ്ങൾ. തിരുവനന്തപുരം കിളിമാനൂരിലുണ്ടായ വാഹനാപകടത്തിൽ കട്ടിലപ്പൂവം കറപ്പൻ ചിറക്ക് സമീപം പതിയാൻ ഡേവിസ് മകൻ ജിത്തു മരണപ്പെട്ടു. 26 വയസ്സായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന
മേക്കനാമറ്റം അമൽ, ഡ്രൈവർ ഇടപ്പറമ്പിൽ ഷാജി എന്നിവർ പരിക്കുകളോടെ ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. ഇന്നലെ രാവിലെ 6:30 അപകടം. തൃശൂർ മാറ്റാമ്പുറത്ത് മാർവൽ ഏജൻസി ജീവനക്കാരായ ഇവർ കടകളിൽ ഉൽപ്പന്നങ്ങളുമായി പോയപ്പോഴാണ് അപകടം. അമ്മ സെലീന, സഹോദരങ്ങൾ ജിനു, അലക്സ്. ഒരിടവേള. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വാർത്തകളിലേക്ക്. ഗതാഗത സുരക്ഷയിലും പൊതുഗതാഗത രംഗത്തും നിർണായക മാറ്റങ്ങൾ ലക്ഷ്യമിട്ട് വിപുലമായ പദ്ധതികൾ പ്രഖ്യാപിച്ച് മന്ത്രി CP ജോൺ. റോഡ് സുരക്ഷാ ബോധവൽക്കരണത്തിനായി ഗതാഗത സാക്ഷരതാ യജ്ഞം ആരംഭിക്കുമെന്ന് പത്രസമ്മേളനത്തിൽ അറിയിച്ച മന്ത്രി, നിയമങ്ങളും കടുത്ത ശിക്ഷാ നടപടികളും കൊണ്ട് മാത്രം ഡ്രൈവിംഗ് സംസ്കാരം മാറ്റാനാകില്ലെന്നും റോഡുകൾ ജനാധിപത്യപരമായി ഉപയോഗിക്കാനുള്ള ബോധവൽക്കരണമാണ് ആവശ്യമെന്നും ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്ത് AI ക്യാമറ പരിശോധനകളും പിഴ ഈടാക്കലും തടസ്സമില്ലാതെ തുടരും. തകരാറിലായ ക്യാമറകൾ അടിയന്തരമായി മാറ്റിസ്ഥാപിക്കാനും ചർച്ചകൾ നടക്കുകയാണ്. അതിനിടെ വടക്കാഞ്ചേരിയിൽ പോലീസ് വാഹനത്തിന് പിഴയിട്ട സംഭവത്തിൽ ഉണ്ടായത് അമിതാവേശമാണെന്നും വിഷയം പരിശോധിച്ച് നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. റോഡ് സുരക്ഷ വിദ്യാലയ തലത്തിൽ തന്നെ എത്തിക്കുന്നതിന്റെ ഭാഗമായി 10, 11, 12 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി പ്രീ ലൈസൻസ് ട്രെയിനിംഗ് ഉൾപ്പെടുത്തിയ പാഠ്യപദ്ധതി തയ്യാറാക്കി വരികയാണ്. +2 പരീക്ഷ കഴിയുന്നതോടെ കുട്ടികൾക്ക് ലൈസൻസ് സ്വന്തമാക്കാൻ കഴിയുന്ന രീതിയിലാണ് പദ്ധതി രൂപകൽപ്പന ചെയ്യുന്നത്. കൂടാതെ റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ ഉറപ്പാക്കാൻ 10 മുതൽ 15 മിനിറ്റിനകം ആംബുലൻസ് ലഭ്യമാക്കുന്ന സഹായ ശൃംഖല ആരോഗ്യ വകുപ്പുമായി ചേർന്ന് നടപ്പിലാക്കും. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉറപ്പാക്കുന്ന പ്രിയദർശിനി പദ്ധതി വകുപ്പിന്റെ തൊപ്പിയിലെ പൊൻതൂവലാണെന്ന് മന്ത്രി വിശേഷിപ്പിച്ചു. പ്രതിമാസം 3.81 കോടി യാത്രകൾ നടക്കുന്ന പദ്ധതിക്കായി ബജറ്റിൽ 600 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. പദ്ധതി മൂലം സ്വകാര്യ ബസ് ഉടമകൾക്കുണ്ടാകുന്നതും പഠിക്കാനും പരിഹരിക്കാനുമായി പ്രത്യേക സമിതി രൂപീകരിച്ച് സിറ്റിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. മണ്ഡലാടിസ്ഥാനത്തിൽ KSRTC ഡിപ്പോകളുടെ വികസന ഏകോപനത്തിനായി MLAമാർ അധ്യക്ഷന്മാരായി ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് കമ്മിറ്റികൾ നിലവിൽ വന്നിട്ടുണ്ട്. പ്രതിദിനം 940ഓളം ബസ്സുകൾ കടന്നുപോകുന്ന തൃശൂർ ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണ തടസ്സങ്ങൾ വേഗത്തിൽ പരിഹരിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. അതേസമയം രാഷ്ട്രീയ സംഘടനകളുടെ ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട വിവാദത്തിലും മന്ത്രി നിലപാട് വ്യക്തമാക്കി. ഭക്ഷണം നൽകുന്നതും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നതും നല്ല കാര്യമാണെങ്കിലും അവയെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും താനും നേരത്തെ ഇത്തരം വിതരണത്തിനായി ഭക്ഷണം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പൊതു ഇടമായ തേക്കിൻകാട് മൈതാനം രാഷ്ട്രീയ പരിപാടികൾക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നതിൽ മറ്റൊരു രാഷ്ട്രീയമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ സർഗധാര 2026 സ്കൂൾ കലോത്സവത്തിന് ജൂലൈ 22-ന് വർണ്ണാഭമായ തുടക്കമായി. വാർഡ് കൗൺസിലർ ബൈജു വർഗീസ് കലോത്സവം ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥിയും പ്രശസ്ത സൗണ്ട് എഞ്ചിനീയറും ഫിലിം സൗണ്ട് മിക്സറുമായ തമ്പി ജോജു മുഖ്യാതിഥിയായി പങ്കെടുത്തു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ബിനു KP സ്വാഗതം ആശംസിച്ചു. മാനേജർ സിസ്റ്റർ ഡോക്ടർ OU ജിൻസി മുഖ്യപ്രഭാഷണം നടത്തി. ജീൻ മൂക്കൻ, ഷീന കാർത്തികേയൻ എന്നിവർ ആശംസകൾ നേർന്നു. കലോത്സവ കൺവീനർ പ്രിയ B നന്ദി രേഖപ്പെടുത്തി. സെന്റ് അലോഷ്യസ് LP സ്കൂളിൽ മൂൺ ഡേ 2K26 വിവിധ ശാസ്ത്ര സാംസ്കാരിക പരിപാടികളോടെ ആഘോഷിച്ചു.
LKG വിദ്യാർത്ഥികളുടെ സ്വാഗത നൃത്തത്തോടെ ആരംഭിച്ച പരിപാടിയിൽ പ്രാർത്ഥനയും നടന്നു. ഹെഡ്മിസ്ട്രസ് ബിന്ദു KP സ്വാഗതം ആശംസിച്ചു. സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ ഫ്രാൻസിസ് കുരിശ്ശേരി CMI അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ കൗൺസിലർ K. സുമേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ക്ലബ്ബുകളുടെയും CCA പ്രവർത്തനങ്ങളുടെയും ഉദ്ഘാടനം, ക്ലബ്ബ് ഇൻവെസ്റ്റിച്ചർ ചടങ്ങ്, സമ്മാനദാനം എന്നിവ നടന്നു. PTA പ്രസിഡന്റ് ലിനോ ജോസ് ആശംസ പ്രസംഗം നടത്തി. UKG വിദ്യാർത്ഥികളുടെ മൂൺ ഡേ നൃത്തവും കുട്ടികൾ അവതരിപ്പിച്ച മികച്ച ശാസ്ത്ര പരീക്ഷണങ്ങളും പരിപാടിക്ക് മാറ്റുകൂട്ടി. ദേശീയ ഗാനത്തോടെ ചടങ്ങുകൾ സമാപിച്ചു. കുട്ടികളിലെ സൈബർ സുരക്ഷ കിഡ് ഗ്ലോ 2.0 തൃശൂർ റൂറൽ ജില്ലാതല ഉദ്ഘാടനം നടവരമ്പ് സ്കൂളിൽ വെച്ച് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീം IPS നിർവഹിച്ചു. കേരള പോലീസ് സൈബർ ഓപ്പറേഷൻസ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കുട്ടികളിൽ സൈബർ സുരക്ഷാ അവബോധവും ഡിജിറ്റൽ സുരക്ഷാ സംസ്കാരവും വളർത്തുന്നതിനായി നടപ്പാക്കുന്ന കിഡ് ഗ്ലോ 2.0 പദ്ധതിയുടെ തൃശൂർ റൂറൽ ജില്ലാതല ഉദ്ഘാടനം 2026 ജൂലൈ 22 രാവിലെ 10:30 GMHSS നടവരമ്പ് സ്കൂളിൽ വെച്ച് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീം നിർവഹിച്ചു. കുട്ടികളെ സുരക്ഷിതരും ഉത്തരവാദിത്വമുള്ളവരുമായ ഡിജിറ്റൽ പൗരന്മാരായി വളർത്തുക, ഓൺലൈൻ തട്ടിപ്പുകൾ, സൈബർ കുറ്റകൃത്യങ്ങൾ, സോഷ്യൽ മീഡിയ ദുരുപയോഗം, ഓൺലൈൻ ഗെയിമിംഗ് അപകടങ്ങൾ എന്നിവയെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ കൃത്യമായ അവബോധം സൃഷ്ടിക്കുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. തൃശൂർ റൂറൽ സൈബർ പോലീസ് സ്റ്റേഷൻ, തൃശൂർ റൂറൽ ജില്ലാ പോലീസ്, GMHSS നടവരമ്പ എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചടങ്ങിൽ GMHSS നടവരമ്പ അധ്യാപിക പ്രീതി MK സ്വാഗതം ആശംസിച്ചു. കൊച്ചി സിറ്റി സൈബർ ഡോക്ടർ സബ് ഇൻസ്പെക്ടർ ഷിജു AR കിഡ് ഗ്ലോ 2.0 പദ്ധതിയെക്കുറിച്ചുള്ള മുഖ്യപ്രഭാഷണം നടത്തി. തൃശൂർ റൂറൽ DCRB DYSP ബെന്നി KP, ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ SHO ഡിലീഷ്, സൈബർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ആൽബി തോമസ് വർക്കി, തൃശൂർ റൂറൽ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് ADNO GSI ബിജു OH, PTA പ്രസിഡന്റ് ശ്രീഷ്മ സലീഷ്, ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ അംഗം ജോസ് ചിറ്റിലപ്പള്ളി, VHSC പ്രിൻസിപ്പൽ KP അനിൽ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ചടങ്ങിൽ ഹെഡ്മിസ്ട്രസ് MV ഉഷ നന്ദി രേഖപ്പെടുത്തി. ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം രാവിലെ 11:45 മുതൽ ഉച്ചയ്ക്ക് 12:45 വരെ SPC കേഡറ്റുകൾക്കും മുൻ വിദ്യാർത്ഥികൾക്കുമായി പ്രത്യേക സൈബർ സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. തൃശൂർ റൂറൽ സൈബർ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരായ സച്ചിൻ NK, ശ്രീനാഥ് TP, സുദീപ് K ലാലു, DCRC കൗൺസിലർമാരായ മാർഗ്രറ്റ്, വിനീത എന്നിവർ ക്ലാസ്സിന് നേതൃത്വം നൽകി. ഒരിടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും, ജനറൽ പ്രാക്ടീഷണർ ആൻഡ് പ്രമേഹ രോഗ വിദഗ്ധൻ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:45 മുതൽ 10:45 വരെ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി.
യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിക്കുകയും 2 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുക്കുകയും ചെയ്ത കേസിലെ പ്രതി പുല്ലഴി ഒള്ളരിക്കര സ്വദേശിയായ പുതുശ്ശേരി വീട്ടിൽ PS സുബിൻ എന്നയാളെ വിയൂർ പോലീസ് ബാംഗ്ലൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തു. ആർമി ഉദ്യോഗസ്ഥനായ പ്രതി യുവതിയെ ഫോൺ മുഖേന പരിചയപ്പെട്ട് തനിക്ക് ക്ഷേത്രമുണ്ടെന്നും പൂജയിലൂടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരാമെന്നും വിവാഹം കഴിക്കാമെന്നും വാഗ്ദാനം ചെയ്ത് സ്ത്രീയെ പല സ്ഥലങ്ങളിലായി ലൈംഗികമായി പീഡിപ്പിക്കുകയും 2,80,749 രൂപ വാങ്ങി തിരികെ കൊടുക്കാതിരിക്കുകയുമായിരുന്നു. ഇക്കാര്യത്തിൽ തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് വിയൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിയൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലും തൃശൂർ നെടുമ്പാശ്ശേരി എന്നിവിടങ്ങളിലും വെച്ചാണ് പ്രതി ലൈംഗികമായി പീഡിപ്പിച്ചത്. അതിനൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്താലുള്ള അന്വേഷണത്തിൽ പ്രതി ബാംഗ്ലൂരിലാണെന്ന് കണ്ടെത്തുകയും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ ആർ ദേശ്മുഖ് IPSന്റെ നിർദ്ദേശത്തിലും അസിസ്റ്റന്റ് കമ്മീഷണർ KP തോംസന്റെ നേതൃത്വത്തിലും അന്വേഷണ സംഘം ബാംഗ്ലൂരിലെ ക്യാമ്പിൽ നിന്നും പ്രതിയെ അറസ്റ്റ് ചെയ്ത് നാട്ടിൽ എത്തിക്കുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ട്രാഫിക് ഡ്യൂട്ടിക്കിടെ ഹോംഗാർഡിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസ് 2 പേർ അറസ്റ്റിൽ. പാലക്കൽ സെന്ററിൽ റോഡ് പണി നടത്തുന്ന സ്ഥലത്ത് ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഹോംഗാർഡിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിൽ 2 പ്രതികൾ അറസ്റ്റിലായി. കരുവന്നൂർ സ്വദേശി കൊച്ചാത്ത് വീട്ടിൽ സോഹിൻ, തോടന്നൂർ സ്വദേശി നിധിലാലയം വീട്ടിൽ നിഖിൽ എന്നിവരെയാണ് ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കരിപ്പക്കുന്ന് പരേതനായ പീച്ചോളി രാമൻ മാസ്റ്റർ ഭാര്യ TK ലക്ഷ്മി അന്തരിച്ചു. 95 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പാണഞ്ചേരിയിലെ കോൺട്രാക്ടർ സുശീൽ കുമാർ മകനാണ്. മക്കൾ ഓമന, കുമാരി, മോഹൻദാസ്, സത്യൻ, സുരേഷ് കുമാർ, പരേതയായ ബീന, മരുമക്കൾ വത്സൻ, ചന്ദ്രശേഖരൻ, ശൈല, ലത, വസന്തകുമാരി, അരവിന്ദാക്ഷൻ, ഷാലി. പീച്ചിയിൽ വീണ്ടും ഭൂചലനം. ബുധനാഴ്ച രാവിലെ 8:45 ഭൂമിക്കടിയിൽ നിന്നും വലിയ മുഴക്കം കേട്ടു. പ്രദേശത്ത് 4 വീടുകൾക്ക് കൂടി വിള്ളൽ കണ്ടെത്തി. തെക്കേക്കര ജിനീഷ്, മുകുന്ദൻ തൃപ്പാക്കൽ, ചിയാമ്പളപ്പിൽ നരേന്ദ്രൻ, ചിറ്റിലപ്പള്ളി വർഗീസ് എന്നിവരുടെ വീടുകളിലാണ് വിള്ളൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം ജിനീഷിന്റെ വീട്ടിലെ കുഴൽക്കിണറിൽ മണ്ണ് വന്ന് നിറഞ്ഞു ഉപയോഗശൂന്യമായി. ഞായറാഴ്ച വരെ കൃഷി ആവശ്യത്തിന് വെള്ളം എടുത്തിരുന്ന കുഴൽക്കിണർ ആയിരുന്നു ഇത്. എന്നാൽ തിങ്കളാഴ്ച മോട്ടോർ പ്രവർത്തിക്കാൻ ശ്രമിച്ചപ്പോൾ വെള്ളം ലഭിച്ചില്ല. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മണ്ണ് നിറഞ്ഞത് കണ്ടെത്തിയത്. ടെക്നീഷ്യന്മാരുടെ സഹായത്തോടുകൂടി മോട്ടോർ പുറത്തെടുത്ത് നടത്തിയ പരിശോധനയിൽ 100 അടിയിലേറെ ഉയരത്തിൽ ചെളി നിറഞ്ഞു നിൽക്കുന്നതായി കണ്ടെത്തി. ഇന്നുണ്ടായ ഭൂചലനത്തിലാണ് ജിനീഷിന്റെ വീടിന് വിള്ളൽ വീണത്. പഞ്ചായത്ത് അംഗം സന്ധ്യ ഷാജി, പൊതുപ്രവർത്തകൻ ഷാജി PC തുടങ്ങിയവർ വീടുകൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. വീടുകളുടെ പ്രധാന ഭിത്തിയിലും അകത്തും പുറത്തും ഉൾപ്പെടെയാണ് വിള്ളൽ വീണിട്ടുള്ളത്. തുടർച്ചയായി ഉണ്ടാകുന്ന ഭൂചലനങ്ങളിൽ പ്രദേശവാസികൾ ആശങ്ക രേഖപ്പെടുത്തി. മേഖലയിലെ കാട്ടാന ശല്യവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് വകുപ്പ് മന്ത്രിയെ സന്ദർശിക്കുമ്പോഴാണ് ഭൂചലനത്തിന്റെ വിവരം അറിഞ്ഞത്. ഉടൻ തന്നെ ബന്ധപ്പെട്ട അധികൃതരെ വിവരമറിയിച്ച് നിയമ നടപടികൾ കൈക്കൊള്ളാൻ നിർദ്ദേശം നൽകി. തുടർന്ന് നാട്ടിലെത്തിയ ശേഷം എല്ലാ വീടുകളും സന്ദർശിച്ചതിന് ശേഷം പ്രതികരിക്കുകയായിരുന്നു. അടിയന്തരമായി മേഖലയിൽ പഠനം നടത്തി ജനങ്ങളുടെ ആശങ്ക ദൂരീകരിക്കണമെന്ന് പഞ്ചായത്ത് അംഗം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസത്തെ ഭൂമി ഇതിപ്പോൾ 6 വർഷമായി ഞങ്ങളുടെ കുഴൽക്കിണർ അടിച്ചിട്ട് ഞങ്ങളുടെ കൃഷി ആവശ്യത്തിന് വീട്ടാവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്നതാണിത്. കഴിഞ്ഞ ദിവസത്തെ ഭൂചലനത്തില് ഇതിന്റെ അന്ന് രാത്രിയിൽ വരെ അന്ന് ഫുള്ള് ഡെയിലി വരെ ഞങ്ങൾ വെള്ളം അടിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ അന്ന് രാത്രിയിൽ ഭൂചലനം ഉണ്ടായതിനു ശേഷം പിറ്റേ ദിവസം മോട്ടർ അടിച്ചപ്പോഴേക്കും അതിനകത്ത് നിന്ന് ഭയങ്കര ചെളിയും ഒക്കെയാണ് വന്നത്. വെള്ളം പക്ഷെ ഒട്ടും എടുക്കണ്ടായിരുന്നില്ല. ഇന്നും അതുപോലെ തന്നെ രാവിലെ ഭൂചലനം ഉണ്ടാവുകയും വീടിന് കുറച്ച് കേടുപാടുകളൊക്കെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. കുഴൽക്കിണറിന് അതിന്റെ അടിയിലേക്ക് മണ്ണ് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവണം. ചെളിയെല്ലാം വന്ന് പൂണ്ട് കുഴൽ മൂടിയിട്ടുണ്ടാവണം അതിന്റെ ഉള്ളിൽ. അതുകൊണ്ടാണ് വെള്ളം എടുക്കാൻ പറ്റാണ്ട് വരുന്നത്. ഇപ്പൊ മോട്ടർ ഫുള്ളും വലിച്ച് ഓസ് മുഴുവനും വലിച്ച് പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും അതിന്റെ ഉള്ളിൽ വെള്ളം കുറവാണ് തീരെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നീറ്റ് പരീക്ഷാ ക്രമക്കേട് സമരം മോദിയെയും കൊണ്ടേ പോകുമെന്ന് മന്ത്രി T സിദ്ദിഖ്. KSRTCയെ നവീകരിക്കാൻ ഡിപ്പോകൾ തോറും ജനകീയ സമിതികൾ രൂപീകരിച്ചിട്ടുണ്ടെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ. രാഹുൽ ഗാന്ധിയെയും മറ്റു നേതാക്കളെയും വിദ്യാർത്ഥികളെയും അതിക്രൂരമായി മർദ്ദിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്ത നടപടിയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്ക് യൂത്ത് കോൺഗ്രസിന്റെ മുട്ടയേറ്. സർവകലാശാലയുടെ KAU സെൻട്രൽ ഓഡിറ്റോറിയത്തിൽ കാർഷിക സർവകലാശാല പ്രോ ചാൻസലറും കൃഷി വകുപ്പ് മന്ത്രിയുമായ T സിദ്ദിഖ് KAU വിദ്യാർത്ഥി യൂണിയന്റെ ഉദ്ഘാടനവും സ്റ്റാർട്ടപ്പുകൾക്കുള്ള ധനസഹായ വിതരണവും നിർവഹിച്ചു.
തെരഞ്ഞെടുപ്പ് കാലത്ത് കള്ളപ്പണം വെളിപ്പെടുത്തൽ ഗുരുതരം, സമഗ്രമായ അന്വേഷണം വേണമെന്ന് അഡ്വക്കേറ്റ് ജോസഫ് രാജ്. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.